ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പ്രകാരം ഒരു ഹെഡ്സെറ്റ് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 4 സർക്കിളിൽ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമ്മളൊരു PVC പൈപ്പിനെ നെടുകെ ഒന്ന് കട്ട് ചെയ്ത് ചൂടാക്കി ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ രീതിയിലൊന്ന് ചൂടാക്കി കർവ് ചെയ്തെടുത്ത് ഇനി നമുക്ക് 4 സർക്കിൾ കട്ട് ചെയ്തതിൽ 2 എണ്ണത്തിൻ്റെ സെൻറ്ററിലായിട്ട് 2 ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം. അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു PVC ഷീറ്റിൻ്റെ 2 സൈഡിലായിട്ട് ഹോളിട്ട 2 കാർഡ്ബോർഡും നമുക്ക് ഇതിൻ്റെ 2 അറ്റ തട്ടുന്ന് ഇട്ടിച്ചെടുക്കണം. അടുത്തായിട്ട് ആവശ്യമുള്ളത് ഇയർഫോണിലൊക്കെ വയ്ക്കുന്ന 2 സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് ഈ 2 സ്പീക്കറിലോട്ടും 2 വയർ വീതം ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2ലും ഓരോ വയർ വീതം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ഈ ഒരു ഹോളിലോട്ട് നമുക്ക് 2 സ്പീക്കറും ഒന്ന് കടത്തിയെടുക്കണം. അപ്പോൾ നമ്മളിത് 2 സൈഡ് നമ്മുടെ സ്പീക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്പീക്കറിൽ നിന്നൊരു വയർ എടുത്ത് പുറത്തുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ വശത്ത് തന്നെ 2 സ്പീക്കറിൻ്റെ വയർ എത്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബോർഡും കണക്ഷനില്ല, നമുക്ക് ഒറ്റ സ്ഥലത്തായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു നെക്ക് ബാൻഡിൻ്റെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. അതായത് ബ്ലൂടൂത്ത് നെക്ക് ബാൻഡിൻ്റെ ഒരു മൊഡ്യൂള്. അതുപോലെ തന്നെ ഇതിന് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി നമ്മുടെ ഈ ബോർഡിലോട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്രസ് സ്വിച്ചാണ്. നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വരുന്ന ആ ഒരു സ്വിച്ച്. ബൈസ് നമ്മളിത് ആ ഒരു ബാറ്ററി കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പവർ ഓണാക്കുന്ന ആ ഒരു സ്വിച്ച് നമുക്ക് ഈ ഒരു സ്വിച്ചാക്കി മാറ്റണം. അതായത് ഇത് പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്വിച്ചിൻ്റെ 2 ലെഗിലോട്ടും നമുക്ക് ഈ സ്വിച്ചിൻ്റെ 2 ലെഗും നമുക്ക് സോൾഡർ ചെയ്ത് പുറത്തോട്ട് എടുക്കണം. അപ്പോൾ ഗൈസ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഗൈസ് ഇത് വർക്കിംഗ് ആണ്. നമ്മുടെ ഈ ഒരു വശത്തായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കണക്കിന് നല്ല സൗകര്യപ്രദമായിട്ടൊരു സ്ഥലം നോക്കിയതിന് ശേഷം അവിടെ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ ബോർഡും എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കഷ്ണം കാർഡ്ബോർഡ് ഈ ഒരു രീതിയിലുള്ള കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം നമ്മുടെ കാർഡ്ബോർഡിൻ്റെ സൈഡ് മുഴുവൻ ഒന്ന് കവർ ചെയ്ത് നമുക്കിത് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ 2 സൈഡും ആ കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ സ്ഥലത്ത് അങ്ങനെ 2 വയർ മാത്രമേ വരുന്നുള്ളൂ. നമുക്കിവിടെ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്ത് ഈ വശം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് അതിൻ്റെ ഒരു വശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മറുവശം നമുക്ക് ഇപ്പോൾ ഒട്ടിക്കേണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഒരു സ്പീക്കറിൻ്റെ 2 വയർ എടുത്ത് അതിൽ ഒരു വയർ R+, R-, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ സ്പീക്കറിൻ്റെ വയർ എടുത്ത് L+, L-, അങ്ങനെ വരുന്ന 2 പോയിന്റിലോട്ടും നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമ്മളതേ പറഞ്ഞതുപോലെ എല്ലാ വയറും നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പവർ ഓൺ ചെയ്യുന്ന സ്വിച്ചിനായിട്ട് 2 വയർ നമ്മൾ പുറത്തോട്ടിട്ടായിരുന്നു. അത് മാത്രം ഒന്ന് പുറത്തോട്ടിട്ടതിന് ശേഷം നമുക്ക് ഈ സൈഡും ഒരു കാർഡ്ബോർഡ് ബേസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതേ പറഞ്ഞ പോലെ തന്നെ 2 സൈഡ് ഒട്ടിച്ച് പുറകുവശത്ത് നമ്മുടെ ഒരു സ്വിച്ചും കറക്റ്റ് ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിതിനെ മുഴുവനായിട്ടൊരു ബ്ലാക്ക് കളറൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മുഴുവനും ഒരു ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. മുഴുവൻ എന്ന് പറയുമ്പോൾ അകത്ത് പുറത്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ബോയും പിന്നെ അതുപോലെ തന്നെ ബാക്കി 2 സ്ഥലവും നമ്മൾ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ ചെവിയുടെ സൈഡ് നമുക്ക് കറക്റ്റ് വെക്കുന്ന സമയത്ത് കറക്റ്റ് കംഫർട്ടായിട്ട് ഇരിക്കാൻ വിധം എല്ലാ ഹെഡ്സെറ്റിലും കാണുന്നതാണ് ഇവിടെ ഒരു സ്പോഞ്ച്. അപ്പോൾ അതിന് നമുക്ക് സെറ്റ് ചെയ്യണം. ഗൈസ് അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സ്പോഞ്ചാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വേറൊരു സ്പോഞ്ച് പോലൊരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ ലെതറിൻ്റെ ഷീറ്റ് കിട്ടുന്നതാണെങ്കിൽ അത്രയും നല്ലത്. അതായത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലെതറിൻ്റെ ഷീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചൊരു ബെറ്റർ ആയിട്ട് ഉള്ളത്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കവറിനെ ഒരു സിലിണ്ടർ രൂപത്തിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്പോഞ്ചിനകത്തൂടെ നമുക്കിതൊന്ന് കടത്തിയെടുക്കാം. അതിനുശേഷം ഈ വീഡിയോ കാണിക്കുന്ന പോലെ നമ്മുടെ ഒരു സ്പോഞ്ച് മുഴുവൻ കവറായിരിക്കും വിധം ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം.
ഇനി നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഒരു ഭാഗം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്പോഞ്ച് ഈ ഒരു രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം. 4 സൈഡ് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് കവർ വരുന്നത് നന്നായിട്ടൊന്ന് വലിച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലുണ്ടാവും. ഇനി നമുക്ക് ഇൻസുലേഷൻ ടൈപ്പ് എടുത്ത് ഇത് മുഴുവനും ഒന്ന് ചുറ്റിയെടുക്കാം. നമ്മളിത് ആ ഒരു സ്പോഞ്ച് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്ത് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണാം, ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്ത് കവർ വെച്ചതിൻ്റെ ഉദ്ദേശം നമ്മുടെ ചെവിയിലുണ്ടാകുന്ന ആ ഒരു ഡസ്റ്റ് അതൊന്നും നമ്മൾ സ്പോഞ്ചിൽ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കവർ വെച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ എന്തെങ്കിലും അഥവാ ആയി കഴിഞ്ഞാലും ജസ്റ്റ് ഒരു തുണിയുടെ തുടച്ചാൽ മതിയാവും. ഇനി നമുക്ക് മറ്റേ വശവും കൂടെ ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെഡ്ഫോണിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പവർ ഓൺ ആക്കി വെക്കാം. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ആയിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. വയസ്സിന് നമുക്ക് ഒന്ന് വെച്ച് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. വയസ്സ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ വെച്ചാൽ ഒരു സ്പീക്കറിൻ്റെയും ആ ഒരു ബോർഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ കേൾക്കുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കുകയാണെങ്കിൽ അത് ആ 2 കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.